കർണാടക ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിൽ SFIO അന്വേഷണം തുടരാം എന്നുള്ളതാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. SFI അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിരാകരിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. SFI അന്വേഷണം റദ്ദാക്കില്ലെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. വീണ വിജയന് വലിയ തിരിച്ചടി കർണാടക ഹൈക്കോടതിയിൽ നിന്നും സംഭവിക്കുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിൽ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. SFI അന്വേഷണം തുടരാം എന്നുള്ളതാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. സൈഫ് സൈനുലാബ്ദീൻ ചേരുന്നു. സൈഫ്, നിർണായക കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഏത് നിലക്കാണ് ഇത് വീണ വിജയന് തിരിച്ചടിയാവുന്നത്? ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഹർജി തള്ളി എന്നുള്ള ഒരു ഒറ്റ വാചകം മാത്രമാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉത്തരവ് നാളെ രാവിലെ മാത്രമേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കൂ എന്ന് കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കോടതി തന്നെ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. SFIO അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനൊരു ഇടക്കാല വിധിയാണ് വീണ വിജയൻ ആവശ്യപ്പെട്ടത്. അന്തിമവാദത്തിലേക്ക് പിന്നീട് പോകാം, ഒരു ഇടക്കാല വിധി ഇപ്പോൾ വേണം എന്നുള്ളതായിരുന്നു വീണ വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു അന്വേഷണം കമ്പനി നിയമത്തിലെ 210 വകുപ്പ് പ്രകാരം നടന്നു വരികയാണ്. ഒരേ വിഷയത്തിൽ തന്നെ രണ്ടന്വേഷണം നടത്തേണ്ട കാര്യമില്ല, ആ അന്വേഷണത്തിനകത്തൊരു നീതികേടുണ്ട് എന്നുള്ളതായിരുന്നു വീണ വിജയൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പക്ഷേ ആ വാദങ്ങളെ തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാരും SFIയുടെ അഭിഭാഷകനും എല്ലാം നിരവധി വാദങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് വെച്ചു. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ച് ഈ വിധി പറയാൻ വേണ്ടി മാറ്റുകയും ഇന്ന് അല്പസമയത്തിനകം തന്നെ അല്പസമയത്തിന് മുമ്പ് വിധി പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് വീണ വിജയനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും. കാരണം പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് SFIയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിലാണ് മാസപ്പടി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിവാദം ഉയർന്നു വരുന്നത്. നിയമസഭയിൽ അത് വലിയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തി. നിയമസഭ ഇല്ലാത്ത സമയത്ത് പുറത്ത് രാഷ്ട്രീയ വിഷയമാക്കി അത് പ്രതിപക്ഷം ഉയർത്തി. ഏറ്റവും ഒടുവിൽ SFIയുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചു. പക്ഷേ സഭയിൽ അത് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം സ്പീക്കർ തന്നെ പരാജയപ്പെടുത്തി. അത് ഉന്നയിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്പീക്കർ അടക്കം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ അന്വേഷണം സ്റ്റേ ചെയ്യണം, SFI അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഹൈക്കോടതി തന്നെ തള്ളിയ പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും വിഷയം ഉയർന്നു വരും. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കും. SFI അന്വേഷണത്തിൽ ഇതുവരെ വീണ വിജയനെ മറ്റും ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പരിശോധനകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വന്നത്. KSIDCയിൽ SFI ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആദ്യം CMRലിൽ പരിശോധന നടത്തി. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ തേടിയിരുന്നു. ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെയാണ് SFIയെ പോലൊരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അറസ്റ്റിന് പോലും അധികാരമുള്ള ഏജൻസിയാണ് SFIO എന്ന് പറയുന്നത്. അങ്ങനെ കേന്ദ്ര ഏജൻസി അത്തരത്തിൽ അന്വേഷണം ഘടിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി CPM നേതൃത്വത്തിനും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾക്കകം വരാൻ പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയാണോ രാഷ്ട്രീയ പ്രശ്നമാക്കി പ്രതിപക്ഷവും മറ്റും കേരളത്തിൽ ഉയർത്തിയത്, അതിനെല്ലാം മറികടന്നുകൊണ്ട് അധികാരത്തിൽ വന്നതെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ സ്വർണ്ണക്കടത്ത് കേസ് പോലെ രാഷ്ട്രീയ വിവാദമുയർത്തി ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണ രീതിയിലേക്ക് വേണമെങ്കിൽ ഈ കേന്ദ്ര ഏജൻസിക്ക് കടക്കാം. ഇതിൽ രാഷ്ട്രീയ പ്രതിരോധം CPM തീർക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയിലേക്കുള്ള വഴിയായിട്ടാണ് SFIO അന്വേഷണത്തെ തങ്ങൾ കാണുന്നത് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ എല്ലാ മുതിർന്ന നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തിപ്പെടാനുള്ള സാധ്യത CPM നേതൃത്വം കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് പിന്നീട് ഈ ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം വരുന്നത്. അതിനുശേഷം SFIയുടെ അന്വേഷണം വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ 1,72,00,000 രൂപ എന്തിനു നൽകി എന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും വീണ വിജയൻ SFIക്ക് മുന്നിൽ നൽകേണ്ടി വരും. എന്ത് സേവനത്തിനാണ് നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തന്നെ ഇതിന് മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അത് വീണ വിജയനെ വിട്ട് മുഖ്യമന്ത്രിയിലേക്ക് അടക്കം പോകാനുള്ള രാഷ്ട്രീയ സാധ്യത CPM നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. വീണ വിജയൻ പക്ഷേ ഇതിന്റെ നിയമ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്.
ഹൈക്കോടതിയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. മേൽക്കോടതിയുണ്ട്, പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ വേണമെങ്കിൽ സമീപിക്കാം. സ്വാഭാവികമായിട്ടും ഇത് നിയമപരമായ പോരാട്ടം ആയതുകൊണ്ട് രണ്ട് തരത്തിലാണ് ഈ പോരാട്ടത്തെ ഇതിന്റെ പ്രതിരോധത്തെ നമ്മൾ കാണേണ്ടത്. ഒന്ന് രാഷ്ട്രീയ പ്രതിരോധം, അത് CPM തീർക്കുന്നതാണ്. വീണ വിജയനാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തന്റെ വാദം, തന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ വീണ വിജയൻ അപ്പീലുമായി സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ ഈ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ SFIയുടെ അന്വേഷണം അവർ വേഗത്തിൽ ആക്കും. അങ്ങനെ വേഗത്തിലാക്കുകയാണെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതിന്റെ സംഭവങ്ങൾ പോകും. അതിന് മുന്നോടിയായി തന്നെ ഈ വിധിപ്പകർപ്പ് നാളെ രാവിലെ കോടതി അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ അത് നാളെയോ മറ്റന്നാളോ കാണാം ഒരുപക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചകളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാക്കൾ ഇത് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഹർജി തള്ളിയത് എന്ന വാദം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെയും പാർട്ടിയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ പ്രതിരോധത്തിലാകുന്ന രാഷ്ട്രീയ ചർച്ചകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. സൈഫ, കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിച്ചപ്പോൾ 1 മണിക്കൂറിലധികം നീണ്ട വാദം കേൾക്കൽ കോടതിയിൽ നടന്നതാണ്.